Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ്സുകളുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 2023 തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ആക്ച്വലി കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഫാമിലി അതുപോലെ തന്നെ വ്യൂവേഴ്സ് ഫാമിലിക്കും ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക സേഫ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാനും മറക്കാനായിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഒരു കുറച്ച് ടോപ്പ് അപ്പോൾ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കുറച്ച് ബെസ്റ്റ് ആൻഡ് ഈസി ഗെറ്റിംഗ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് നമുക്ക് ടോപ്പോ അല്ലെങ്കിൽ ഈസിയിൽ ഗെറ്റിംഗ് കാർഡുകളല്ല എൻട്രി ലെവൽ ക്രെഡിറ്റ് അല്ല പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ. അപ്പോൾ അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എൻ്റെ 2 കാർഡ് ഞാനിപ്പോൾ എല്ലാ കാർഡുകളും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. നമ്മുടെ ഒരു കാർഡിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മളെല്ലാ കാർഡും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കാർഡ് വെക്കാനുള്ള എൻ്റെ പേഴ്സാണത്. അപ്പോൾ കാർഡിന് വേറെ പേഴ്സറൊക്കെ ഉണ്ട് എൻ്റെ. അപ്പോൾ അത്രയധികം കാർഡുണ്ട്. ഞാൻ കാർഡിൻ്റെ സ്പെസിഫിക് എടുത്ത് കാണിച്ചു തരുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ SBI കാർഡിൻ്റെ റീസെൻ്റ്ലി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ SBI കാർഡ് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ഞാൻ പറയാം നമ്മൾ ഓൾറെഡി ഒരു SBI ക്രെഡിറ്റ് കാർഡ് മുമ്പ് ഉപയോഗിക്കുന്നതാണ്. സിംപ്ലി സേവ് എന്ന കാർഡ്. അത് വേസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് കാർഡായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്തതിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ SBIയുടെ എനിക്ക് ഏറ്റവും ഇപ്പോൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാർഡാണ് ആക്ച്വലി ഈ സാധനം സിംപ്ലി നമ്മുടെ ക്യാഷ് ബാക്ക് കാർഡും. അതിന് മുമ്പ് ആക്ച്വലി എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലി സേവ് ആയിരുന്നു. അല്ല സിംപ്ലി സേവ് അല്ല സിംപ്ലി ക്ലിക്കായിരുന്നു. തെറ്റിപ്പോയി രണ്ടെണ്ണം എൻട്രി ലെവൽ കാർഡാണ്. ഈ സിംപ്ലി ക്യാഷ് ബാക്ക് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് കാർഡ് എന്ന് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 999 + GST ആണ്. ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഓഫർ കാരണം ഇപ്പോൾ ജോയിൻറ്റ് ഫീസ് വാങ്ങിക്കുന്നില്ല, പക്ഷേ മാർച്ച് വരെയുള്ള ഈ ഓഫർ. അപ്പോൾ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനും നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ 4 കോംപ്ലിമെൻ്ററി എന്താ പറയുക എയർപോർട്ട് ലോഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1% ഫ്യൂവൽ ചാർജ് ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിതിൽ വെൽക്കം ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ജോയിൻറ്റ് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലി ഇവർ വെൽക്കം ബെനിഫിറ്റ് തരിക അപ്പോൾ നമ്മളത് ജോയിൻറ്റ് ഫീസ് വാങ്ങിക്കുമ്പോഴാണ്. അത് പോയിന്റ് രൂപത്തിൽ നമുക്ക് തിരിച്ചു തരിക ചെയ്യാം. പക്ഷേ അത് നഷ്ടമാണ്. അപ്പോൾ അതിനായിട്ട് നല്ല ജോയിൻറ്റ് ഫീസ് ഇല്ലാത്തൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാർഡ് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ എൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് SBIയുടെ വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ അതിൽ നമ്മുടെ കോഡും കാര്യങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് റെഫറൽ ആയതുകൊണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ക്യാഷ് ബാക്ക് കാർഡ് എന്താ പറയുക അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ അപ്രൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഇല്ല. അപ്പോൾ എൻ്റെ കാര്യം പറയാൻ തന്നെ നമുക്ക് KYC ചെയ്യേണ്ടതൊന്നുമില്ല, ഡോക്യുമെൻറ്റും കഴിച്ചത് അല്ല ഡോക്യുമെൻറ്റും ഉണ്ടായിരുന്നില്ല, ഒന്നും ഇല്ലാണ്ടാണ് നമുക്ക് കിട്ടിക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു കാർഡ്. കാർഡിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൊടുക്കണ കാശിന് 999 + GST എന്ന് വെച്ച് ആ റേറ്റ് നോക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി ഇല്ല കാർഡിന്. പക്ഷേ കാർഡിൻ്റെ എന്താ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് കൊള്ളാം. എന്ന് വെച്ചാൽ നമുക്ക് മോസ്റ്റ്ലി എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനും നമുക്ക് 5% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ക്രെഡിറ്റ് ആവും ചെയ്യും. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും ചെയ്യട്ടാ. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആമസോൺ ICC കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആമസോൺ യൂസേഴ്സിനാണ് ശരിക്കും ആക്ച്വലി ആമസോൺ ICC കാർഡ് ബെസ്റ്റായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പ്രൈം മെമ്പർ ആണെങ്കിൽ 5% കിട്ടും, അല്ലാത്തവർക്ക് 3% കിട്ടും, ബാക്കി എല്ലാത്തിനും നമുക്ക് 1% വരെ കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ SBI ക്യാഷ് ബാക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമ്മുടെ ആമസോൺ പേ ബാലൻസ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആമസോൺ ഉപയോഗിക്കുന്നവർക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. അത് ആക്ച്വലി അപ്ലൈ ചെയ്യാൻ ഞാൻ സ്പെഷ്യലായിട്ട് ലിങ്ക് കൊടുക്കുന്നില്ല. ICCയുടെ ഒരു ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഈ കാർഡ് വേണമെന്നില്ലെങ്കിൽ പിന്നെ ICCയുടെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും താഴെ പറഞ്ഞ പോലെ തന്നെ റെഫറൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പോൾ പ്രത്യേകിച്ച് വെൽക്കം ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഫ്രീ കോംപ്ലിമെൻ്ററി ലോഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ഫ്രീ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് കംപ്ലൈൻറ്റ് പറയാനുമില്ല. പക്ഷേ നല്ല കാർഡാണ്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് ആമസോൺ പേ ബാലൻസ് കയറുന്നുണ്ട്, ആ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് പറയാൻ കാരണം. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോൺ ICC കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി പ്രിഫേർഡ് പോയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നവർക്കാണ്.
5% വരെ നമുക്ക് ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവരെ കുറച്ച് പ്രിഫേർഡ് പാർട്ട്നേഴ്സ് ഉണ്ട്, അതിന് നമുക്ക് 4% നമുക്ക് വരെ കിട്ടും. ബാക്കിയെല്ലാം അതിന് 1.5% കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഫ്രീ അല്ല, 500 പ്ലസ് GST ആണ് ജോയിൻ ഫീസും ആനുവൽ ഫീസും വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് 𝘄𝑄𝑄𝗏 ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ, അതുപോലെ ഫ്ലിപ്കാർട്ട് ഭയങ്കരമായിട്ട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബെസ്റ്റ് കാർഡ് തന്നെയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക്. എന്ന് വെച്ചാൽ അതിന് വേറെ സംഭവമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ ദാറ്റാണ്. അപ്പോൾ 5% ക്യാഷ് ബാക്ക് എന്തായാലും കിട്ടും. അതും ഇതുപോലെ തന്നെ ഓട്ടോ ക്രെഡിറ്റ് ആണ്. നമ്മൾ സ്പെഷ്യലി പോയിട്ട് റിഡീം ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് വൺ കാർഡാണ്. വൺ കാർഡ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറിൻ്റെ അബോവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. മെയിനായിട്ട് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അതിൻ്റെ ഫ്രീ കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ അതിൻ്റെ ആപ്പാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്മാർട്ട് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അപ്പോൾ തന്നെ എല്ലാ ഇതിലും ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പിന്നെ മെറ്റൽ കാർഡാണ്. നോർമൽ വൺ കാർഡിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, വൺ കാർഡ് ലൈറ്റ് അല്ല. അപ്പോൾ എൻ്റെ റെഫറലിലേക്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ആക്ച്വലി ഒരു പ്രീ അപ്രൂവ്ഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി ബാക്കിയെല്ലാ കാർഡുകളും പോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ നോർമൽ വൺ കാർഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോർമൽ വൺ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഫെഡറൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ പുതിയ റീസെൻ്റ്ലി CSB കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ബാങ്കാണ് കൊടുക്കുന്നത്. പിന്നെ വൺ കാർഡ് ലൈറ്റിന് ഒരു സംഭവം ഉണ്ട്, FD കിട്ടുന്നത്. അത് ആക്ച്വലി SBM ബാങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ FD കാർഡ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ വേറെ കാർഡ് കിട്ടാത്തവർക്കുള്ളതാണ് ശരിക്കും FD കാർഡ്. അപ്പോൾ എന്താ വെച്ചാൽ FD ഇട്ടിട്ട് നമുക്കൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് നോർമൽ കാർഡിലേക്ക് മാറാൻ പറ്റുന്നതാണ് ആക്ച്വലി അതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അത് FD കാർഡ് ഞാൻ സ്പെഷ്യലി എടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കുറച്ച് കാർഡുകളാണ് നമുക്ക് ആക്ച്വലി. പിന്നെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് SBIയുടെ സിംപ്ലി ക്ലിക്ക് കാർഡാണ്. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ SBI ലൈനപ്പിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാർഡാണ് സിംപ്ലി ക്ലിക്ക്. ഇഷ്ടപ്പെട്ടെന്നല്ല, ഒരു വാല്യൂ തരുന്ന ഒരു കാർഡ് അത് മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ സംഭവം വലിയ വാല്യൂ തരാത്ത കാർഡുകളാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ആക്ച്വലി നമ്മുടെ റെഫറലിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി അതിൻ്റെ ഓഫേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആക്ച്വലി ഇപ്പോൾ അതിന് റീസെൻ്റ്ലി നമുക്ക് ആമസോൺ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു 500 രൂപയുടെ വൗച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതും നമ്മൾ 𝘄𝑄𝑄𝗏 ത്രൂ തന്നെയാണ് നമ്മൾ ലിങ്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാർഡുകൾ എടുത്തേക്കുന്നതൊക്കെ എല്ലാം 𝘄𝑄𝑄𝗏 ത്രൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈസി ആയിട്ട് അപ്രൂവൽ ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു വെരിഫിക്കേഷനോ ജസ്റ്റ് ഒരു KYC ഒരു ഫിസിക്കൽ KYC കൊണ്ട് തന്നെ നമുക്ക് കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി 𝘄𝑄𝑄𝗏 ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മോസ്റ്റ്ലി എൻ്റെ കാർഡുകളൊക്കെ ഇപ്പോൾ SBI കാർഡാണെങ്കിലും അതുപോലെ തന്നെ SBIയുടെ സിംപ്ലി ക്ലിക്ക് ആയാലും ക്യാഷ് ബാക്ക് ആയാലും ആക്സിസ് ബാങ്കിൻ്റെ കാർഡായാലും എല്ലാം നമുക്ക് ഈ 𝘄𝑄𝑄𝗏 ത്രൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 𝘄𝑄𝑄𝗏 ക്യാഷ് കാർഡ് അതൊക്കെ ഒരു സെയിം കമ്പനി തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ വേറെ ബെനിഫിറ്റ് നമ്മുടെ റെഫറൽ ലിങ്കാണ് ഞാൻ താഴെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ത്രൂ കയറുമ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. നമ്മൾക്കിപ്പോൾ ഒരു കാർഡ് എടുക്കാൻ നമ്മൾ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫിൻ്റെ റെഫറൽ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റിയാണ്. അപ്പോൾ കിട്ടാൻ അപ്രൂവൽ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ റെഫറൽ എന്ന് പറയുന്നത് പ്രൊമോഷൻ അല്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഞാൻ വൺ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൺ കാർഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ റെഫറൽ ലിങ്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ റെഫറൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2500 പോയിൻറ്റ്സാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുക. നിങ്ങൾ നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുത്തിട്ട് കിട്ടുമ്പോൾ അത്രേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും. അതാണ് മെയിൻ പ്രത്യേകത പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വൺ കാർഡിന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം നമുക്കത് ഈസി ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു സ്മാർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്മാർട്ട് ആപ്പ് പോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബില്ലടക്കണം. നോർമലി നമ്മുടെ ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് ബില്ലടക്കണമെങ്കിൽ ഒരു മിനിമം 3 ദിവസമെങ്കിലും മുമ്പ് അടക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയുക അതിൽ ക്രെഡിറ്റ് ആവില്ല. പിന്നെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകാം. പക്ഷേ വൺ കാർഡിന് അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അടച്ചാലും കറക്റ്റായി ക്രെഡിറ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ അടക്കുന്ന ടൈമിൽ തന്നെ സംഭവം അതിൽ ക്രെഡിറ്റ് ആയിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഇതൊക്കെ മാറും. അപ്പോൾ അതാണ് അതിൻ്റെ വൺ കാർഡിൻ്റെ ആപ്പ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. റിവാർഡ് പോയിന്റ് സിസ്റ്റം ശരിക്കും അതിൻ്റെ കറക്റ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കുറവ് തന്നെയാണ്. പക്ഷേ ഫ്രീ കാർഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതിൽ ATM ഫീച്ചറൊന്നും ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല. അവർ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടാകുന്നത് നമുക്ക് ഒരു ലോഞ്ച് ചെയ്തിട്ട് 6 മാസം കഴിയുമ്പോഴേക്കും ATM കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇപ്പോഴും ആയിട്ടില്ല. പിന്നെ കസ്റ്റമർ കെയർ കുറച്ച് വലിഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ പോലെ അല്ല. ഞാൻ എടുക്കുന്ന സമയത്തൊക്കെ കസ്റ്റമർ കെയർ ഇടിവട്ടായിരുന്നു. നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ അവർ കോൾ വരും. അങ്ങനത്തെ അത്രയ്ക്ക് ഇടിവട്ട് കസ്റ്റമർ കെയർ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ആൾക്കാർ കൂടിയപ്പോൾ
കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. പിന്നെ കസ്റ്റമർക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് SBIയുടെ കണക്ക് തന്നെയാണ്, അതുപോലെ തന്നെ ICICI ബാങ്കിൻ്റെയും കണക്കിന് എല്ലാം ഓൾമോസ്റ്റ് ഒരു ആവറേജ് തന്നെയാണെന്ന് പറയുള്ളൂ. പക്ഷേ ഏറ്റവും വേസ്റ്റ് BOB ആണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും വേസ്റ്റ് BOB, HDFC അങ്ങനത്തെ കുറച്ചാണ്. രക്ഷയില്ല. BOBയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. എന്താ വെച്ചാൽ എൻ്റെ 2 കാർഡുണ്ട് BOBയുടെ. അവരുടെ കാർഡുകളൊക്കെ ഇപ്പോൾ ആകെ അലമ്പാണ്. എന്തോ പറ്റിയിട്ടുണ്ട് അവരുടെ സോഫ്റ്റ്വെയറിന്. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അണ്ടർ മെയിൻ്റനൻസ് ആയതുകൊണ്ടാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ റീസെൻ്റ്ലി HPCLൻ്റെ BOBയുടെ HPCLൻ്റെ കാർഡിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും ആക്ച്വലി ഫ്യൂവൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ, അതുകൊണ്ടാണല്ലോ ഫ്യൂവൽ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നമുക്ക് സർചാർജ് പോലും തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ വട്ടം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ തിരിച്ച് ലാസ്റ്റ് അവർ ഇനീഷ്യേറ്റ് ചെയ്ത് കമ്പോളൊക്കെ ചെയ്തിട്ട് കയറി. പക്ഷേ ഇത് ഏത് തമ്മിൽ നമ്മൾ ബൈ ചെയ്തിട്ട് അവരെ വിളിച്ച് പറയേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തീരെ റെക്കമെൻഡ് ചെയ്യില്ല BOB കാർഡുകൾ. അപ്പോൾ അവരുടെ HBCLൻ്റെ കാർഡ് മാത്രമല്ല എല്ലാ കാർഡിനും ഈ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ 2 കാർഡിനും സർചാർജ് സംഭവമൊന്നും കയറുന്നില്ല. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് ആണെങ്കിൽ അത് കയറുന്നില്ല. ഭയങ്കര ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ BOBയുടെ കാർഡുകൾക്ക്. അതുപോലെ തന്നെ അവരുടെ ആപ്പിൻ്റെയും വെബ്സൈറ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ല, അത് ഓൾറെഡി കുറച്ച് ബീറ്റ സ്റ്റേജിൻ്റെ ആപ്പ് പോലെയൊക്കെയാണ്. ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ BOBയുടെ ഫൈനാൻഷ്യലിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തു. പിന്നെ നമ്മൾ ചില മെനുവിൽ കയറി കഴിഞ്ഞാൽ അത് ലോഗ് ഔട്ട് ആവും, തന്നെ ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് പിന്നെയും ലോഗിൻ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറയും ഓൾറെഡി ലോഗിൻ്റെ ആണ്, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറാൻ. അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ട് ഇവരുടെ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട്, പുതിയ നമ്പർ ഉണ്ട്. നമ്മുടെ പഴയ കാർഡിൻ്റെ ബാക്കിലത്തെ നമ്പറൊന്നും വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. പിന്നെ അവരെ ചില സമയത്ത് അവർക്ക് മലയാളം കസ്റ്റമർ കെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ ഡയറക്റ്റ് ഒരു ഏജൻസിക്കാണ് പോണത്, അല്ലാണ്ട് ബാങ്കിൻ്റെ സംഭവമൊന്നുമല്ല. ഇവരുടെ നിങ്ങൾക്കറിയായിരിക്കും എല്ലാ പ്രൈവറ്റ് മാത്രമല്ല എല്ലാ ബാങ്കുകളിലും ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എല്ലാം പ്രൈവറ്റ് സെക്ടറായിട്ട് ഏജൻസിക്ക് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ കുറേ എണ്ണം കോൾ സെൻറ്ററിനും കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയറൊക്കെ. അപ്പോൾ അതാണ് ഇഷ്യൂ വരുന്നത്. BOBയുടെ കാർഡ് ഞാൻ ഇപ്പോൾ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. പക്ഷേ അത് അപ്രൂവലായിട്ട് കിട്ടാൻ ഭയങ്കര ഈസിയാണ്, ഒരു സംഭവം ഉണ്ടാവില്ല നോർമലി. അപ്പോൾ എനിക്കൊക്കെ BOBയുടെ കാർഡ് കിട്ടിയത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു. പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാം ലാഗാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പിന്നെ കംപ്ലൈൻറ്റ് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് കാർഡുകൾ പറഞ്ഞത്. നിങ്ങൾക്ക് 2023 തുടക്കം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഈസിലി കിട്ടാവുന്നതും അതുപോലെ തന്നെ എൻട്രി ലെവലും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കുറച്ച് കാർഡുകൾ കിട്ടാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാർഡുകളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് SBIയുടെ ക്യാഷ് ബാക്ക് കാർഡാണ്. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പറഞ്ഞു. ആമസോൺ ICICI കാർഡ് നമ്മൾ പറഞ്ഞു. ആമസോൺ ICICI കാർഡിൻ്റെ കൂടെ തന്നെ നമ്മൾ ICICI ബാങ്കിൻ്റെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡും വെക്കുന്നുണ്ട്. അത് രണ്ടും സെയിമാണ്, ഓൾമോസ്റ്റ് കാണാൻ തന്നെ സെയിമാണ്. നിങ്ങളൊരു ആമസോൺ യൂസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മറ്റേ സാധനം അപ്ലൈ, അത് ലെഫ്റ്റ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് SBIയുടെ സിംപ്ലി ക്ലിക്കാണ്. അപ്പോൾ ഈ 4-5 കാർഡുകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. പിന്നെ 1 കാർഡാണ്. അപ്പോൾ ഈ 5 കാർഡുകളാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈസിലി നമുക്ക് പറ്റാവുന്നതും അതുപോലെ തന്നെ എൻട്രി ലെവലായിട്ടുള്ള കാർഡുകളും അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് തരുന്ന കാർഡുകളായിട്ടുള്ള കാർഡുകൾ കിട്ടാം. അപ്പോൾ ഇതിനെല്ലാം ഞാൻ റെഫർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഏതാ വേണമെന്ന് നോക്കി അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വേണ്ടി അടുത്ത വീഡിയോ